നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായി വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയുടെ ഒരു സൈനികൻ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ പിടിയിലാകുന്നു. സാധാരണ അതിർത്തി ലംഘനമായി മാത്രം കാണാനാകാത്ത ഈ സംഭവം നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഒരു അമേരിക്കൻ സൈനികൻ എന്തിനാണ് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഇന്ത്യ നേപ്പാൾ അതിർത്തി മേഖലയിലെത്തിയത്? അദ്ദേഹത്തിന്റെ യാത്ര വ്യക്തിപരമായതായിരുന്നോ അതോ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ തേടുന്നത്. മണിപ്പൂരിൽ നിന്ന് അമേരിക്കൻ ഡ്രോൺ വിദഗ്ധനും കൂലിപ്പടയാളിയുമായ മാത്യു വാൻ ഡൈക്കിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മറ്റൊരു അമേരിക്കൻ പൗരൻ കൂടി ഇന്ത്യയിൽ ദുരൂഹ സാഹചര്യത്തിൽ പിടിയിലായി കഴിഞ്ഞു. മുൻ US സ്പെഷ്യൽ ഫോഴ്സ് സൈനികനെന്ന് അവകാശപ്പെടുന്ന കാലിഫോർണിയ സ്വദേശി ജോർദാൻ ബ്രൗണിനെയാണ് ജൂലൈ 11-ന് ഉത്തർപ്രദേശിലെ സൊനൌലിയിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ച് സശസ്ത്ര സീമാ ബൽ അറസ്റ്റ് ചെയ്തത്. യാത്രാരേഖകളും ഇല്ലാതെ നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. SSB ജവാനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബ്രൗണിനെ പ്രാദേശിക ഗ്രാമവാസികളുടെ സഹായത്തോടെയാണ് സുരക്ഷാ സേന വളഞ്ഞു പിടിച്ചത്. പിടിയിലായ സമയത്ത് ഇയാളുടെ പക്കൽ നിന്ന് 31,460 രൂപയും 2 മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു. എന്നാൽ പാസ്പോർട്ടോ വിസയോ മറ്റ് ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകളോ ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്യലിൽ ഇയാൾ നൽകുന്ന മൊഴികൾ അടിക്കടി മാറുന്നത് അന്വേഷണ ഏജൻസികളെ കുഴപ്പിക്കുന്നുണ്ട്. തായ്ലൻഡിൽ വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടുവെന്നും തുടർന്ന് ശ്രീലങ്ക വഴി കടൽമാർഗം 2025 നവംബർ 2-ന് ഇന്ത്യയിലെത്തിയെന്നും ഇയാൾ ആദ്യം പറഞ്ഞു. അതിനുശേഷം ഗോവയിൽ താമസിച്ചു വരികയായിരുന്നു എന്നാണ് അവകാശപ്പെട്ടത്. എന്നാൽ മറ്റൊരു മൊഴിയിൽ താൻ 2 മാസം മുൻപ് അമേരിക്കയിൽ നിന്ന് നേരിട്ട് ഗോവയിലെത്തിയതാണെന്നും അവിടെ 6 ആഴ്ച ചെലവഴിച്ച ശേഷം ബാംഗ്ലൂരു ലക്നൗ വഴി അതിർത്തിയിലെത്തിയതാണെന്നും ഇയാൾ പറഞ്ഞു. നേപ്പാളിലുള്ള നാസ് എന്ന സുഹൃത്തിനെ കാണാനാണ് പോകുന്നതെന്നും തന്റെ പാസ്പോർട്ട് ബാംഗ്ലൂരുവിലെ മറ്റൊരു സുഹൃത്തിന്റെ പക്കലാണെന്നും ഇയാൾ പറയുന്നുണ്ടെങ്കിലും ഇവരെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകാൻ സാധിച്ചിട്ടില്ല. 6 വർഷത്തോളം US സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചതായി അവകാശപ്പെടുന്ന ബ്രൗണിന് സ്പെഷ്യൽ ഫോഴ്സ് പശ്ചാത്തലമുള്ളത് അധികൃതർ ഗൗരവമായാണ് കാണുന്നത്. താൻ 3 വർഷം മുൻപ് ഇറ്റലിയിൽ വെച്ച് ഒരു ഉത്തരാഖണ്ഡ് സ്വദേശിനിയെ പരിചയപ്പെട്ടെന്നും 2024 ഒക്ടോബറിൽ അവരെ വിവാഹം കഴിച്ചെന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യം മുൻനിർത്തി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിൽ പങ്കുചേർന്നു. മ്യാൻമറിലെ സായുധ ഗ്രൂപ്പുകൾക്ക് ഡ്രോൺ യുദ്ധമുറകളിലും മറ്റും പരിശീലനം നൽകിയതിന് 5 യുക്രൈൻ പൗരന്മാരെയും മാത്യു വാൻട്രിക് എന്ന അമേരിക്കക്കാരനെയും NIA പിടികൂടിയ സംഭവം പുറത്തുവന്നതിന് പിന്നാലെയാണ് ബ്രൗണിന്റെ അറസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ അതിർത്തി മേഖലകൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ നേപ്പാൾ അതിർത്തി ആളുകളുടെ സഞ്ചാരവും സുരക്ഷാ വെല്ലുവിളികളും ഒരുപോലെ നിലനിൽക്കുന്ന മേഖലയാണ്. അതിനാൽ വിദേശ പൗരന്മാരുമായി ബന്ധപ്പെട്ട ഓരോ സംഭവവും അതീവ ജാഗ്രതയോടെയാണ് സുരക്ഷാ ഏജൻസികൾ സമീപിക്കുന്നത്. ഒരു സാധാരണ പൗരനേക്കാൾ സൈനിക പശ്ചാത്തലമുള്ള ഒരാൾ ഇത്തരം സാഹചര്യത്തിൽ പിടിയിലാകുമ്പോൾ സംഭവം സ്വാഭാവികമായും ദേശീയ സുരക്ഷയുടെ കണ്ണിലൂടെ പരിശോധിക്കപ്പെടും. ഈ സംഭവം വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതാണ്. അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഓരോ സംഭവവും ഇനി കൂടുതൽ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്.